അടുത്തൊരു റിക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് റിക്കറഷൻ ട്രീ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് വർക്കാവുന്നതെന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് കോങ്കർ അൽഗോരിതം വെച്ചിട്ടാണ് വർക്കാവുക. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2t(n/2 + n). ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ ഫങ്ഷൻ പാർട്ട് ഏതാണെന്ന് നോക്കുക. ഇതിൻ്റെ ഫങ്ഷൻ പാർട്ട് എന്ന് പറയുമ്പോൾ ഈ n ആണ്. സോ ഈ ഫങ്ഷൻ പാർട്ട് ബേസ് ചെയ്തായിരിക്കും ഈ ട്രീം ഫോം ആവുന്നത്. ഓക്കെ, സോ നമുക്കിപ്പം ഫസ്റ്റ് ഇതിൻ്റെ ട്രീ ജനറേറ്റ് ചെയ്യാം. സോ നമ്മുടെ ഇവിടുത്തെ ഫങ്ഷൻ ഏതായിരുന്നു? n ആണ് ഇവിടുത്തെ f of n എന്ന് പറയുന്നത്. സോ n നിന്നാണ് ട്രീ ഫോം ആവുന്നത്. n നിന്ന് ഈ ട്രീക്ക് എത്ര ചൈൽഡ് നോഡ്സ് വേണമെന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് മുന്നേ ഈ ക്വസ്റ്റിനെ തന്നിട്ടുള്ള ടി ഓഫ് n/2 മുന്നേ കിടക്കുന്ന കോൺസ്റ്റൻറ്റ് എത്രയാണോ അതിനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ ചൈൽഡ് ജനറേറ്റ് ആവുന്നത്. ഇപ്പം നമുക്ക് തന്നിട്ടുള്ള ടി ഓഫ് എൻ്റെ അകത്ത് 2t(n/2) എന്നാണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എൻ്റെ തന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ അകത്തുള്ള ചൈൽഡ് എന്ന് പറഞ്ഞാൽ 2 ചൈൽഡായിരിക്കും ഈ ഫംഗ്ഷന് ഫോം ആവുന്നത്. 2t(n/2) എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് 2 ചൈൽഡായിരിക്കും ഫോം ആവുന്നത്. സോ എന്നിന് 2 ചൈൽഡായിരിക്കും ഫോം ആവുന്നത്. 2 ചൈൽഡ് ഏതൊക്കെയായിരുന്നു? ടി ഓഫ് n/2ഉം വീണ്ടും ഒരു ടി ഓഫ് n/2. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള സാധനത്തിന് നമ്മൾ ആ ഫങ്ഷൻ ബേസ് ചെയ്ത് 2 ചൈൽഡ് ജനറേറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ടി ഓഫ് n/2 നമ്മുടെ കയ്യിൽ വേറെ വാല്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. സോ നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുള്ള n പകരം n/2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പുട്ട് n = n/2 in 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുത്തേക്കുന്നത്. സോ അപ്പോൾ എന്തായി? ടി ഓഫ് n/2 എന്ന് പറയുമ്പം 2 × ടി ഓഫ് n/2 × 2 പ്ലസ് n/2. നമുക്കെങ്ങനെ എഴുതാം? 2 × ടി ഓഫ് n/4 പ്ലസ് n/2 എന്ന് എഴുതാം. സോ നമുക്ക് അടുത്ത ടി ഓഫ് n/2 ഒരു പുതിയ വാല്യൂ കിട്ടി. അതെന്തായിരുന്നു? 2t(n/4 പ്ലസ് n/2 എന്നാണ്. ഇതിന് തന്നെ നമുക്കൊരു പുതിയൊരു ഫംഗ്ഷനും കിട്ടി. ഏതാ? n/2 എന്നുള്ള ഫംഗ്ഷനും കിട്ടി. സോ നമ്മൾ ട്രീ ഇനി ഫർദർ എങ്ങനെ ഫോം ആവുമെന്ന് വെച്ചാൽ ആദ്യത്തെ മെയിൻ റൂട്ടിനോടായ n അവിടെ തന്നെ സ്റ്റാൻഡ് ചെയ്യും. n നിന്ന് 2 ചൈൽഡ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഈ 2 ചൈൽഡ് ടി ഓഫ് n/2 വന്ന ഭാഗത്ത് നമ്മുടെ പുതിയ ഫംഗ്ഷനായ n/2 മാത്രം കൊടുക്കുക. രണ്ടിടത്തും പുതിയ ഫംഗ്ഷനായ n/2 മാത്രം കൊടുക്കുക. ദെൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ഓരോ n/2 നമ്മൾ എത്ര ചൈൽഡ് ഫോം ആവണമെന്ന് തൊട്ട് മുന്നേ ഉള്ള ടൈം കോംപ്ലക്സിറ്റി ടി ഓഫ് n/4 കോൺസ്റ്റൻറ്റ് ബേസ് ചെയ്തായിരിക്കും നോക്കുന്നത്. ഇവിടെ എത്രയാണ് വന്നേക്കുന്നത്? 2 ആണ് വന്നേക്കുന്നത്. സോ എന്ത് ചെയ്യുക? നമുക്കിനി പുതിയതായിട്ട് ഓരോ n/2 2 ചൈൽഡ് വെച്ച് ഫോം ആവണം. അതിൻ്റെ ചൈൽഡ് ഏതായിരിക്കും? ടി ഓഫ് n/4 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 4 ചൈൽഡ് അവിടെ ഫോം ആവും. നാല് ചൈൽഡ് അവിടെ ഫോമായി. ഓക്കെ അല്ലേ? സോ നമുക്കിപ്പം പുതിയതായിട്ട് ഒരു ടൈം കോംപ്ലക്സിറ്റി വാല്യൂ ആയ ടി ഓഫ് n/4 കിട്ടി. ഇതിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? സോ പുട്ട് n = n/4 in 1. നമ്മുടെ തന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള അതേ ഇതിൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടി ഓഫ് n = 2t(n/2 + n) എന്നായിരുന്നു. സോ നമ്മുടെ പുതിയ ടി ഓഫ് n/4 വാല്യൂ എന്ന് പറയുമ്പോൾ 2 × ടി ഓഫ് n/2 × 4 പ്ലസ് n/4 എന്നായിരിക്കും. ഓക്കെ അല്ലേ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ടി ഓഫ് n/4 =
2t n/8 പ്ലസ് n/4. സോ നമുക്ക് എന്തായി, പുതിയൊരു ഫങ്ഷനായ n/4 ഇവിടെ ജനറേറ്റ് ആയി. സോ നമ്മളിനി അടുത്ത് ഇത് വരയ്ക്കുന്ന സമയത്ത് നമ്മളെ സ്റ്റാർട്ടിംഗ് നോഡായ റൂട്ട് നോഡായ n അതുപോലെ കീപ്പ് ചെയ്യുക. n നിന്ന് 2 ചൈൽഡ് നോഡ്സായ n/2 ജനറേറ്റ് ആയി. n/2 എന്ന് 4 നോട്ട്സാണ് ക്രിയേറ്റ് ആയത്. നമ്മൾ ടി ഓഫ് n/4 എന്നാണ് നോട്ട്സിന് കൊടുത്തിരുന്നത്. ടി ഓഫ് n/4 പകരം നമുക്കിവിടെ ഒരു വാല്യൂ കിട്ടി. അതിൻ്റെ ഫങ്ഷനായ n/4 മാത്രം നമ്മളിവിടെ കൊടുക്കുക. ദെൻ ഫങ്ഷൻ കൊടുത്തു. ഇനി ടി ഓഫ് n/4 എന്നുള്ള ഫങ്ഷന് എത്ര ടൈം കോംപ്ലക്സിറ്റി നോഡ് ജനറേറ്റ് ആവുന്നുണ്ട്? ടി ഓഫ് n/8 എന്നുള്ള 2 എണ്ണം ജനറേറ്റ് ആവുന്നുണ്ട്, 2 ചൈൽഡ്. സോ പുതിയതിൻ്റെ അകത്ത് നമ്മൾ 2 ചൈൽഡ് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ടി ഓഫ് n/8 ആണ്. അങ്ങനെ ഓരോ നോഡിനും 2 വെച്ച് ജനറേറ്റ് ആവും. ടോട്ടൽ 8 നോഡ് അവിടെ ജനറേറ്റ് ആവും. ഈ പ്രോസസ്സ് നമുക്ക് ടി ഓഫ് 1 എന്നുള്ള ഇത് കിട്ടുന്നവരെ നമ്മുടെ k ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാം. നമുക്ക് എത്രയൊക്കെ മാക്സിമം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ അത്ര എക്സിക്യൂട്ട് ചെയ്ത് k ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ടി ഓഫ് 1 എന്ന് കിട്ടും. സോ നമ്മളിത് k ടൈംസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി ഓഫ് 1 എന്നുള്ള വാല്യൂ ഇവിടെ ജനറേറ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് n വരുന്ന ലെവലാണ്. ഇതിനെയാണ് നമ്മൾ ലെവൽ 0 എന്ന് പറയുന്നത്. ലെവൽ 0 എന്ന് പറയും. ഈ ലെവൽ 0ക്കകത്ത് നമുക്ക് ഇതിൻ്റെ നോട്ട്സ് എത്ര, ഇതിൻ്റെ കോസ്റ്റ് എത്ര നോക്കാം. ഫസ്റ്റ് ലെവൽ 0ക്കകത്ത് n എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നോഡേ നമുക്കിതിൻ്റെ അകത്തുള്ളൂ. അതേസമയം അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ നോഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ n തന്നെയായിരുന്നു. സോ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് n ആണ്. ഓക്കെ, ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് ലെവൽ 1 ആണ്. ലെവൽ 1 ആണ്. ലെവൽ 1ൻ്റെ അകത്ത് നമുക്ക് 2 നോഡാണ് ഉള്ളത്. n/2 എന്നുള്ള 2 നോഡാണ് ഉള്ളത്. സോ നമുക്കിവിടെ എത്ര നോഡുണ്ട്? 2 നോഡാണ് ഉള്ളത്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2 ഇൻറ്റു n/2 എന്ന് അതിൻ്റെ നടക്കുന്നത്. സോ n/2 ഈസ് ഈക്വൽ ടു അതും n തന്നെയാണ്. ഈ 2 ഇൻറ്റും ക്യാൻസൽ ആകുമ്പോൾ അത് n ആണ് ഫോം ആവുന്നത്. അടുത്തത് ലെവൽ 2 ആണ്. ലെവൽ 2 ആണ്. ലെവൽ 2ൻ്റെ അകത്ത് മൊത്തം നമുക്ക് 4 നോഡാണ് ജനറേറ്റ് ആയിട്ടുള്ളത്. 4 നോട്ട്സ് നമുക്കിവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. 4 നോട്ട്സിൻ്റെ കോസ്റ്റ് എത്രയാണ്? 4 ഇൻറ്റു n/4 ആണ്. സോ നമുക്ക് എത്ര ആയിട്ടും അതും n തന്നെയാണ്. ഇനി ലെവൽ 3. ഈ ലെവൽ 3ക്കകത്ത് ടി ഓഫ് n/8 ഇത് ഫർദർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിവിടെ എത്ര നോഡ് ജനറേറ്റ് ആകുമായിരുന്നു? 8 നോഡ് ജനറേറ്റ് ആകുമായിരുന്നു. ആ 8 നോഡിനും കിട്ടുന്ന വാല്യൂ എന്ന് പറയുമ്പം n/8 തന്നെ ആയിരിക്കും. സോ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? അതിൻ്റെ കോസ്റ്റും n തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഈ 1 എന്ന് പറയുന്നതിനെ നമുക്ക് 2⁻0 എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. 2നെ നമുക്ക് എന്ത് ചെയ്യാം? 2⁻1 എന്ന് എഴുതാം. 4നെ 2² എന്ന് എഴുതാം. 8നെ 2³ എന്നും എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ k ടൈംസ് എക്സിക്യൂട്ട് ചെയ്ത ഈ സ്റ്റെപ്പിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2k എന്ന് എഴുതിക്കൂടെ?
അപ്പോൾ നമ്മുടെ നോട്ട്സ് 2k നോട്ട്സ് ആയിരിക്കും അവിടെ ജനറേറ്റ് ആയിട്ടുണ്ടാവും. സോ അതിൻ്റെ കോസ്റ്റ് എന്ത് തന്നെയായിരിക്കാം? ഇതിലെല്ലാത്തിലും ഓരോന്നിൻ്റെയും കോസ്റ്റ് n തന്നെയായിരുന്നു. സോ ടോട്ടൽ ആ 2kയിലോട്ട് ഫോം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കോസ്റ്റ് എന്ത് തന്നെയായിരിക്കും? n തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? സോ നമുക്കിവിടെ എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം ജനറേറ്റ് ആയ T(n/2) എന്ന് അതിൽ നിന്ന് T(n/4) ക്രിയേറ്റ് ആയി. അതിൻ്റെ ചൈൽഡായിട്ട് T(n/8)ൻ്റെ ഇത് വന്നു. അതിൽ നിന്ന് നമ്മൾ k ടേംസ് ചെയ്തു. സോ ഇതിനെ നമുക്ക് ജനറലി എങ്ങനെ എഴുതാം? T(n/2)1 അതിൽ നിന്ന് നമുക്ക് എത്ര ജനറേറ്റ് ആയി? T(n/2)2 which gives T(n/2)3. k ടേംസ് ആയപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? T(n/2)k എന്ന് എഴുതാം. ദെൻ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് T ഓഫ് സംതിങ് അതിൻ്റെ വാല്യൂസ് ഒന്നും നമ്മുടെ ഇല്ല. ബട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ജനറലി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ T(1)ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 തന്നെയായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക? ഈ ലാസ്റ്റ് ഫൈനലിൽ കിട്ടിയ kth ടൈമിൽ കിട്ടിയ T(n/2)k T(1) ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ, കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മൾ ട്രീ ഫോം ചെയ്യുമ്പോൾ T(1) വരുന്ന സമയത്താണ് kth ടൈം ഫോം ആവുന്നത് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെയാണ് T(1) ഇവിടെ എടുത്തേക്കുന്നത്. T(n/2k) = T(1) എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? n/2k n/2k = 1 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ n = 2k എന്ന് ചെയ്യാം. എടുത്തൂടെ? ഈ താഴെ കിടക്കുന്ന 2k മുകളിൽ കൊണ്ടുപോയാൽ n = 2k എന്ന് എടുക്കാമല്ലോ. എടുക്കാം. ദെൻ നമുക്കിപ്പോൾ 2k എന്നാണ് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് kയുടെ വാല്യൂ കിട്ടിയിട്ടില്ല. സോ അതിൻ്റെ kയുടെ വാല്യൂ എടുക്കാൻ വേണ്ടി നമുക്ക് ടേക്കിംഗ് log to the base 2 on both sides. അപ്പോൾ എന്താവും? log to the base n = log to the base 2k. ഇതിനെ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? log n = k എന്ന് കിട്ടും. log to the base n = k എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് എടുത്തു. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ട്രീ വരച്ച സമയത്ത് നമ്മൾ ലെവൽ 0 തൊട്ടാണ് ട്രീ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് k ടേംസ് വരെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് മൊത്തം ടോട്ടൽ ആ ട്രീയുടെ ലെവൽ എന്ന് പറയുന്നത് k+1 ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എടുക്കുമ്പം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് k+1. അതുപോലെ തന്നെ നമ്മൾ ഈച്ച് ലെവലിൽ നമ്മുടെ കോസ്റ്റ് എന്ന് പറഞ്ഞത് n തന്നെയായിരുന്നു. ഓരോന്നിലും n തന്നെയായിരുന്നു നമ്മുടെ കോസ്റ്റ്. ഓരോ ലെവലിലും നമുക്ക് ടോട്ടൽ എത്ര ലെവലുണ്ടായിരുന്നു? k+1 ലെവലുണ്ടായിരുന്നു. അതുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് = k+1 × n. ഇനി k+1ൻ്റെ വാല്യൂവിൽ kയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. എന്താ ഉള്ളത്? log to the base n +1 × n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം തൊട്ട് മുകളിൽ നമ്മൾ kയുടെ വാല്യൂ കണ്ടെത്തിയായിരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? n + n log to the base n എന്ന് എഴുതാം. സോ ഇത് നോക്കുന്ന സമയത്ത് ഇതിൽ ഹയർ വാല്യൂ ഏതാ? n log n ആണ്. സോ നമ്മളെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് T(n) എന്ന് പറയുന്നത് big of n log n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ സ്റ്റുഡൻസ്? താങ്ക് യു.